ബൈപ്പോളർ ഡിസോർഡർ ഉള്ള വ്യക്തികളിൽ 50% ആൾക്കാരിലും പ്രിഡോമിനന്റ്ലി ഒരു പോളായിരിക്കും. അതായത് ഇപ്പോൾ ഡിപ്രഷൻ പൊളാരിറ്റി പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ എപ്പിസോഡ്സും ഡിപ്രഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. പലപ്പോഴും ഫസ്റ്റ് എപ്പിസോഡ്, സെക്കൻഡ് എപ്പിസോഡ്, തേർഡ് എപ്പിസോഡ് ഒക്കെ ഡിപ്രഷൻ വന്നതിന് ശേഷം മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ഹൈപ്പോമേനിക് എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു മേനിയ എപ്പിസോഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷൻ ആയിട്ട് ഡോക്ടറിന്റെ അടുത്ത് വരുമ്പോൾ ആന്റി ഡിപ്രസൻസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പലപ്പോഴും ചില പേഷ്യൻസിൽ ആന്റി ഡിപ്രസൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും അവർ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത കുറഞ്ഞ് കാണുന്ന ചില പേഷ്യൻസിൽ അങ്ങനെ കുറവായിട്ട് കാണാറുണ്ട്. അത് പലപ്പോഴും ബൈപോളർ ഡിസോർഡർ ആണ് ആ വ്യക്തിക്ക് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഉന്മാദത്തിന്റെ ഒരു എപ്പിസോഡ് ഉണ്ടാവാതെ നമുക്ക് ആ വ്യക്തിയെ ബൈപോളർ ഡിസോർഡർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. ബൈപോളർ ഡിസോർഡറിന്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മൂഡ് സ്റ്റെബിലൈസർ ആണ്. സോ ഡിപ്രഷൻ ആയിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ആന്റി ഡിപ്രസൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇംപ്രൂവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മൂഡ് സ്റ്റെബിലൈസർ കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ ഏതെങ്കിലും